കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതിൽ കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കരങ്ങൾ വീശി. ആരാധന ആരാധന ജീവിക്കുന്ന ദൈവമേ, ആയിരം ആരാധന. യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ജീവനെ ആരാധന. ആരാധന ആരാധന ജീവനെ ആരാധന. സ്നേഹമേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാവരും മനസ്സിൽ ഈശോയെ സ്നേഹിച്ച് ആരാധിക്കട്ടെ. ജീവിക്കുന്ന ദൈവമാണ് ഈ അൽത്താരേ, ജീവിക്കുന്ന ദൈവമാണ് ഈ അപ്പത്തിന്റെ രൂപത്തിൽ. അവനെ ആരാധിക്കട്ടെ, സ്നേഹിക്കട്ടെ, പാടി പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ. ആരാധന 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 സൗഖ്യമേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:25-26 സംഭവിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അർദ്ധരാത്രിയുടെ പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കർത്താവേ, ആരാധനയുടെ മേൽ, പ്രാർത്ഥിക്കുന്നതിന് മേൽ, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അടയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വാതിലുകളും ഇപ്പോൾ തുറക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴട്ടെ. കർത്താവെ, സംഭവിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചൊല്ലി പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവന്റെ വചനം ശ്രവിക്കാം. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യം. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഒരു നിമിഷം കണ്ണുകളടയ്ക്കും. അപ്പോസ്തല പ്രവർത്തനം 10:44 അഭിഷേകം കർത്താവെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ്. ലുക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ വചനാഭിഷേകം കർത്താവെ ഇപ്പോൾ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കും. ഇതാസരില്ലേ കർത്താവെ ശ്രവിക്കുന്ന എല്ലാവരിലും വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കും. ജെറമ്യ 5:14 എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന്, അമ്മ മാതാവേ, വചനം 100 ഫലം പുറപ്പെടുവിക്കാനിടയാകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തില് വ്യഗ്രചിത്തയായ മർത്തായെ ഈശോ തിരുത്തുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോ പറയുകയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം ഏതാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തത്? മറിയം കർത്താവിൻ്റെ പാദത്തിങ്കിലിരുന്ന് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടു എന്ന് വചനം പറയുന്നു. അവൾക്ക് മറിയം എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായോട് ഈശോ പറയുകയാണ്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒന്ന് മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആവശ്യമുള്ള ഒരു ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് മറിയമാണ്. അവൾ കർത്താവിൻ്റെ പാദത്തിൽ ഇങ്ങിരുന്ന് അവൻ്റെ വചനങ്ങൾ കേൾക്കുന്നു. പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഒരുപാട് ആകുലതകളുണ്ട്. ഈ ആകുലതകളൊക്കെ അകറ്റാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അണയേണ്ടത്. അവൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ, ഈ ദിവികാരുടെ നാഥനെ നമ്മൾ ആരാധിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ ആകുലതകളും ഇവിടെ ഇറക്കി വയ്ക്കാം. സുവിശേഷത്തിൻ്റെ ആനന്ദമെന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, പിശാചിൻ്റെ ഏറ്റവും വലിയ കഷായം നിരാശയാണ്. നിരാശ മനുഷ്യനിലേക്ക് നിറച്ച് അവനെ പിശാച് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കും. അതൊരു ഔഷധം എന്ന പോലെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പിശാച് നൽകുന്നു. ഇതിനെ നേരിടണമെങ്കിൽ സ്നേഹമുള്ളവരെ, ദൈവവിശ്വാസം, ജീവിക്കുന്ന ദൈവമായ ഈ ദിവികാരുണ്യത്തിൽ ജീവിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ
ത്രിത്വൈക ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുമ്പോൾ ഈ നിരാശയെ പ്രത്യാശ കൊണ്ട് നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 6-ാം അധ്യായത്തിൻ്റെ 33 വാക്യത്തിൽ നമ്മൾ പറയും, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ടതില്ല, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് വ്യഗ്രതകൾ നമുക്കുണ്ട്. ആ വ്യഗ്രതകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കും. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓരോ ദിവസത്തെക്കുറിച്ച് നമ്മൾക്ക് എന്തെല്ലാം ആകുലതകളാണ്. മനുഷ്യന് ആകുലതയില്ലാത്ത ദിവസങ്ങളില്ല. നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നതും ദൈവവിശ്വാസം അസ്തമിച്ചു പോകുന്നതിൻ്റെയും ഒക്കെ അടയാളങ്ങളാണ്. ചെറിയ ചെറിയ ആകുലതകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും ദൈവവിശ്വാസം കൊണ്ട്, ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാനായിട്ട് പറ്റണം. അതിന് നമുക്ക് സാധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമുക്കൊന്ന് കടന്നു പോകാം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? 27-ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുകയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രോഗികളായിട്ടുള്ളവർ ഈ വചനം ശ്രദ്ധാപൂർവം കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഇല്ലെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ ഉത്കണ്ഠ കൊണ്ട് കർത്താവ് നിശ്ചയിച്ച ആയുസ് കൂട്ടാനായിട്ട് പറ്റില്ല. അപ്പോൾ ശാന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിതത്തെ നേരിടണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഉത്കണ്ഠ കൊണ്ട് നമുക്ക് ആയുസ് കുറയ്ക്കാനേ ചിലപ്പോൾ സാധിക്കും. ദൈവവിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മുടെ മരണം അല്പം നേരത്തെ ആവാം. അത് നമ്മുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന. പക്ഷേ ദൈവപരിപാലനയിൽ ആശ്രയിച്ചാൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ദൈവദാസിയായ CMC സന്യാസ സമൂഹത്തിലെ സെലീനാമ മദർ ജനറലൊക്കെ ആയിരുന്നു. സെലീനാമ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? രക്ഷിക്കാനൊരു ദൈവവും രക്ഷിക്കണേ എന്ന് വിളിക്കാൻ ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ്. രക്ഷിക്കാനൊരു ദൈവമുണ്ട്, ഇനി രക്ഷിക്കണേ എന്നൊന്ന് വിളിച്ചാൽ മതി, ദൈവം വിളിപ്പുറത്തുണ്ട്. ഇത് സുവിശേഷങ്ങളിലുടനീളം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ കടലിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുന്ന ഈശോയെ ശിഷ്യന്മാർ വിളിച്ചുണർത്തുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. 35-ാമത്തെ വാക്യം അങ്ങനെയാണ്. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണം, അങ്ങത് കാണുന്നില്ലേ? അവർ വിളിച്ചുണർത്തുമ്പോൾ ഈശോ അവരെയും ശാസിക്കുന്നുണ്ട്. അവരുടെ നിരാശ കണ്ടിട്ട്, അവരുടെ ഭയം കണ്ടിട്ട് ഈശോ അവരെ ശാസിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കടൽ ശാന്തമായി, പഴയതുപോലെയായി, സുഖകരമായ ശുഭയാത്ര. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഈ ദൈവത്തെ ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും പരിചിതമാണ്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ചിറകടിച്ചു, വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. യുവത്വം എന്നുള്ളത് ഏറ്റവും ശക്തമായ കരുത്തുള്ള പ്രായമാണ്. ആ പ്രായത്തിലുള്ള ഒരു വ്യക്തിയും ദൈവത്തിൽ അവൻ തളർന്നാൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തളരുകയില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കാം. യുവാക്കൾ ശക്തിയേറ്റ് വീഴാം, അവർ ശക്തി നശിച്ചു, ഏറ്റവും കരുത്തുള്ള പ്രായത്തിൽ ചിലപ്പോൾ അവർ ശക്തിയേറ്റ് വീഴാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി കഴുകനെ പോലെ ചിറകടിച്ചു വീഴും. ഈ വചനം മനസ്സിൽ സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ എല്ലാ ആകുലതയും നമുക്ക് ഉപേക്ഷിക്കാം. ഓരോരുത്തർക്കും ഓരോ ആകുലതകളാണ്. എല്ലാ ദിവസവും ആകുലപ്പെടാനുള്ള വിഷയങ്ങൾ പറയുവാണ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അടുത്ത നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. അതെന്തു ചെയ്യും? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെക്കുറിച്ച് പലവിധ ആകുലതകളിലൂടെ കടന്നു പോകും.
ഇനി കുഞ്ഞിൻ്റെ വളർച്ച എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഭാവി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അവനൊരു നല്ല കുടുംബജീവിതം ഇല്ല, അവൾക്കൊരു നല്ല കുടുംബജീവിതം ലഭിക്കുമോ, ഇല്ലെങ്കിൽ അവനൊരു ദൈവവിളി ലഭിക്കുമോ, അവനൊരു നല്ല വൈദികനാവോ, ഇല്ലൊരു സിസ്റ്ററാവോ, അവൻ്റെ ഭാവിയെക്കുറിച്ച്, ജീവിതാന്തസ്സിനെ കുറിച്ചുള്ള ആകുലതകൾ. അത് കഴിഞ്ഞാലും അവസാനിക്കുന്നുണ്ടോ? വീണ്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും. ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുമോ? ഇനി കുഞ്ഞുങ്ങൾ ലഭിച്ച് ഇനി അവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരുമോ? ഇങ്ങനെ എപ്പോഴും നമുക്ക് ആകുലപ്പെടാനുള്ള കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ആകുലത ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടതില്ല, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കും. ഈശോ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ടതില്ല, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. സ്നേഹമുള്ളവരെ, ഈ വചനങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ ഗ്രന്ഥം ഉടനീളം ഈ പ്രത്യാശയുടെ സുവിശേഷമാണ്. പ്രത്യാശയുടെ സുവിശേഷമാണ്. ഈ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തോ ആയിക്കോട്ടെ, അത് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. പ്രത്യാശയോടുകൂടി നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വചനം വായിക്കുന്ന 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഏത് പ്രശ്നത്തിനും ഈ കർത്താവിൻ്റെ അടുത്ത് വരെയുള്ള ദൂരമുള്ള പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ അൾത്താരയിലേക്കുള്ള ദൂരമുള്ള നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, കടബാധ്യത ആയിക്കോട്ടെ, രോഗപീഠ ആയിക്കൊള്ളട്ടെ, ജീവിത തകർച്ച ആയിക്കൊള്ളട്ടെ, പാപബന്ധനങ്ങളായിക്കൊള്ളട്ടെ, എന്തിനും ഏത് പ്രതിസന്ധിക്കും ഈ അൾത്താരയിലേക്കുള്ള ദൂരമുള്ളൂ. ഇവിടെ വന്ന് നിന്റെ വേദനകളൊന്ന് സമർപ്പിക്കാനായിട്ട് നിനക്ക് തയ്യാറായാൽ അതിനുത്തരമുണ്ട്. സെലിനാമ പറഞ്ഞ വാക്യം വളരെ മനോഹരമായതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. രക്ഷിക്കാനൊരു ദൈവവും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനൊരു മനസ്സും ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണ്. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ വേദനകളും യാതനകളും ഒക്കെ സങ്കടങ്ങളും ഒക്കെ സമർപ്പിക്കാം. പ്രത്യാശയോടുകൂടി ഇവിടുന്ന് മടങ്ങിപ്പോകും. കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്കുള്ളത് മരിച്ചൊരു ദൈവമല്ല, ജീവിക്കുന്ന ദൈവമാണ്. പത്രോസ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് ആവർത്തിച്ച് പറയുക. അവിടെ വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. അപസ്മാര രോഗിയായ കുഞ്ഞിൻ്റെ അപ്പൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഇത് ജീവനുള്ള ദൈവമാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ പരിശുദ്ധമായ അൾത്താരയിലേക്ക് നമുക്ക്, ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ സമർപ്പിക്കുക, ആകുലതകളെ സമർപ്പിക്കുക, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോയെ ആരാധിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല 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 സങ്കീർത്തനം 34:4-5 വചനങ്ങൾ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കർത്താവിനെ തേടിയാൽ എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരമായിട്ട് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. നിരാശ കയറിയിട്ട് ഭയപ്പെട്ടിരിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കട്ടെ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാൻ. പ്രിയമുള്ള ഒരു ധൈര്യത്തോടെ സമീപിച്ചോ. ഈ ദൈവം ജീവിക്കുന്ന ദൈവപുത്രനാണ്. അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും
സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. കരങ്ങളുയർത്തി ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രത്യാശയോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 10 വാക്യം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിന് ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹം ഏറ്റവും ശക്തനായ മൃഗമാണ്. അതിൻ്റെ കുഞ്ഞ് ഭക്ഷണമില്ലാതെ വിശന്നു വലഞ്ഞേക്കാം, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവവചനം നൽകുന്ന ഉറപ്പാണ് പ്രിയമുള്ളവരെ. ജീവനുള്ള വചനം നൽകുന്ന ഉറപ്പാണ് പ്രിയമുള്ളവരെ. സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി, മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്ന വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്, ജീവനുള്ള വചനം നമുക്ക് നൽകുന്ന ഉറപ്പ് പ്രിയമുള്ളവരെ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞാലും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കും. വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ചു ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ദിവ്യകാരുണ്യത്തോടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൃപയൊഴുകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞവർ, നിരാശ മൂലം ക്ലേശിക്കുന്നവർ, വിവിധങ്ങളായ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവരിലേക്കൊക്കെ, നിരാശ നിറഞ്ഞ ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ വലിയ കൃപ, പ്രത്യാശ എന്ന കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യം ആശീർവദിക്കുമ്പോൾ നിരാശ വിട്ടൊഴിയട്ടെ, അന്ധകാരം നീങ്ങിപ്പോകട്ടെ, പ്രത്യാശയുടെ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകർന്നരുളും നിത്യമഹോ
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ